മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റല്, മുത്തോലി ബ്രില്യന്റ് ഇതൊക്കെയായിട്ട് വളരെ അടുത്ത് വരുന്ന രീതിയിൽ, ചേർപ്പങ്കൽ പള്ളിക്ക് അടുത്ത് വരുന്ന രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു വീട് പണി പൂർത്തിയായി കിടപ്പുണ്ട്. 13.5 സെന്റ് സ്ഥലമാണ്. 13.5 സെന്റ് സ്ഥലത്തിനകത്ത് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ്, ഫാമിലി ലിവിങ്, കിച്ചണ്, വർക്ക് ഏരിയ, കാർ പോർച്ച്, സിറ്റ് ഔട്ട് എല്ലാമുള്ള കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി വീട്. തേക്കിൻതടിയൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് സ്ഥലവും ഹൈവേയിൽ നിന്ന് വെറും 300 മീറ്റർ ദൂരമാണ്. കാർ മാർഗം വരുവാനും എയർ ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ ഹൈവേയുമായിട്ട് വെറും 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ദൃശ്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ വേഗം കടന്നു ചെല്ലാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും ചാനൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇത് മീനച്ചൽ ഹോംസ്, ഞാൻ ബിജു പാല. ഇന്ന് നമ്മളിതാ വന്നിരിക്കുന്ന ചേർപ്പങ്കൽ മെയിൻ ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന അടിപൊളി വീടും സ്ഥലവും കൂടി നിങ്ങൾക്ക് കാണാം, സ്വന്തമാക്കാം. അപ്പോൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് ഹോളുണ്ട്, ഡൈനിങ് ഉണ്ട്, ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഉണ്ട്, കാർ പോർച്ച് ഉണ്ട്. നമ്മളിപ്പോൾ മനോഹരമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചത്. ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ മനോഹരമായി നല്ല വലിപ്പത്തോടു കൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു പ്രെയർ യൂണിറ്റൊക്കെ ചെയ്തിരിക്കുന്ന, നല്ലൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ രണ്ടാമത് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ ഇവിടെ TV യൂണിറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാനായിട്ട് ഒരു ചെറിയൊരു കോർട്ട്യാർഡൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ കോർട്ട്യാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് രണ്ടാമത്തെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ ആ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഡൈനിങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. നല്ല മനോഹരമായ, നല്ല വലിപ്പമുള്ള നല്ല ബെഡ്റൂം, നല്ലൊരു AC പോയിൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ നല്ല ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല കിടുക്കാച്ചി വീട് തന്നെയാണ് ഇവിടെ. ഈ ബെഡ്റൂമിൻ്റെ ഓപ്പൺ ചെയ്ത് നമ്മൾ ടോയ്ലറ്റൊക്കെ ഒന്ന് കാണുവാനായിട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ടൈല് വർക്കുകൾ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഷവർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതാണ് നമ്മുടെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ഇതാണ്. ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലാണ് എത്തിയത്. ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, അവിടെ വാഷ് കൗണ്ടർ കാണാം, ഇവിടെ ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബെഡ്റൂമിൻ്റെകളുടെയൊക്കെ ഡ്രസ്സിങ് ഏരിയയിൽ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെയെല്ലാം കൊടുത്തിരിക്കുക. എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്ന ജാഗ്വാറൊക്കെ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുക. ബാത്റൂമുകളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ സഹിതം എല്ലാ സംവിധാനത്തോടും കൂടിയാണ്. മുഴുവൻ പണിയും തീർന്നു കിടക്കുന്ന വീടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കർട്ടൻ ചെയ്യുക, കയറി താമസിക്കുക, ഫർണിച്ചർ കൊണ്ടുവന്നിടുക, കയറി താമസിക്കുക എന്ന് മാത്രമേ ഇവിടെ ചെയ്യുവാനായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൈവേയിൽ നിന്നും റോഡ് മാർഗം വരുവാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് 300 മീറ്റർ ദൂരവും, അതുപോലെ തന്നെ എയർ ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ 100 മീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇവിടുന്ന് ചർച്ചിലേക്കൊക്കെ പോകുവാനായിട്ടാണെങ്കിലും നമുക്ക് ഒരു 500 മീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ചർച്ചിലേക്ക് പോകാം. അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമായിരിക്കും മെഡിസിറ്റി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ബ്രില്യൻ്റ് കോളേജ് സ്റ്റഡി സെൻറ്റർ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ. അങ്ങനെ എല്ലാ റോഡ് ആക്സസും തൊട്ടടുത്ത് തന്നെയുള്ളതും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ളതും കടകൾ, സൂപ്പർ മാർക്കറ്റ്
വെജിറ്റബിൾ ഷോപ്പ്, കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന കടകൾ, ഇങ്ങനെയുള്ള എല്ലാ തരം കടകളും നമുക്ക് ഇവിടുന്ന് 300 മീറ്റർ അടുത്ത് ലഭിക്കുന്നതാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും തീണ്ടാത്ത മേഖലയാണ് ഇവിടം. അതുപോലെ തന്നെ കിണർ വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുകയും നല്ല റെസിഡൻഷ്യൽ മേഖലയായി ഓൾറെഡി ഡെവലപ്പായി പോവുകയും ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടും സ്ഥലവുമാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ കൂടുതൽ ഒന്നും ചിന്തിക്കാനില്ല. നല്ല പ്രൈം ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു പ്രൈമായിട്ട് തന്നെ പണം കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം. അപ്പോൾ നമ്മൾ മനോഹരമായ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. കിച്ചണിൻ്റെ തടികൾ മുഴുവൻ, കബോർഡുകൾ മുഴുവൻ തേക്കാണ്. അതുപോലെ തന്നെ എല്ലാം ബെഡ്റൂമുകളുടെയും അതുപോലെ തന്നെ കിച്ചൻ്റെയും എല്ലാം ഡോറുകൾ തേക്കാണ്. വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലേക്ക് നല്ല തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ചെയ്തിരിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരിക. അങ്ങനെ നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് ആസ്വദിച്ചതിന് ശേഷം നാളെ വീണ്ടും പുതിയ വീഡിയോയുമായി ഞങ്ങൾ എത്തുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണാം.